വർഷമേഘങ്ങളുടെ ഉറവ പൊട്ടി തുള്ളിക്കൊരുകുടം പേമാരി. വയലായ വയലുകളിലും തൊടികളിലും കാട്ടിലും മേട്ടിലുമെല്ലാം പെയ്തിറങ്ങുകയാണ് കാലവർഷം. ആകാശത്തിൻ്റെ അനന്തതയിൽ മേഘഗർജനങ്ങൾ, ചക്രവാളങ്ങളിൽ പൊന്നിൻ വാള് വീശുന്ന ഇടിമിന്നലുകൾ. ശ്രീധരൻ നായർ എല്ലാം അറിയുന്നുണ്ട്. തങ്ങളുടെ കൊച്ചു കുടുംബത്തിൻ്റെ കണ്ണീര് പോലെ നിന്നു പെയ്യുകയാണ് പ്രകൃതി. ഒടുവിൽ അപ്പുക്കുട്ടനും താനും ശേഷിച്ചിരിക്കുന്നു. സീത മരണത്തിലേക്ക് നടന്നുപോയത് ഇന്നലെയാണെന്ന് തോന്നും. പക്ഷേ ആഴ്ച 1 കഴിഞ്ഞിരിക്കുന്നു. അമ്പലക്കുളത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവളുടെ മൃതശരീരം മുങ്ങിയെടുക്കുകയായിരുന്നു. വീണ്ടും ഒരു സ്വാഭാവിക മരണം കൂടി. ഇത്തവണ ശ്രീധരൻ നായർ കരഞ്ഞില്ല, അപ്പുക്കുട്ടനും കരഞ്ഞില്ല. ഉണങ്ങി വരേണ്ട അവരുടെ കണ്ണീർ പാടങ്ങളിൽ ഇനിയൊരു നീരുറവ പൊട്ടില്ല. ഇനി താനൊരു മരണം കൂടി കാണണം. അതും കൂടി കാണാനുള്ള കരുത്തില്ല. എന്തെല്ലാം പ്രതീക്ഷകളോടെ ജീവിതം തുടങ്ങിയതാണ്, എന്നിട്ടൊടുവിൽ എത്തിച്ചേർന്നതോ ലോകം മുഴുവൻ സുഖസുഷുപ്തിയിൽ ആണ്ടുകിടക്കുന്ന രാത്രിയാണ്. കട്ടിലിന് താഴെ അപ്പുക്കുട്ടനും ചുരുണ്ടു കിടന്നുറങ്ങുന്നു. പാവം, മരണത്തിൻ്റെ കാലുച്ച അവൻ്റെ ചെവിയോരത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രീധര, ഇനി ഒന്നുകൂടിയുണ്ട്. അതുകൂടി കാണിച്ചിട്ട് നിന്നെ വിടൂ. നീ കാണണം. നിന്റെ കൊച്ചുമോൻ ആളിത്തിരി മുറ്റാണ്, പക്ഷേ സാരമില്ല. എന്റെ മൂർത്തികൾക്ക് മുന്നിൽ അവനും അവന്റെ ഒരു ദുർഗയും എനിക്ക് പുല്ലാണ്. അവനും ചീട്ടെഴുതി കഴിഞ്ഞു. നീ കണ്ടോ? പാഴൂരിലത്തിന്റെ മാന്ത്രികന്റെ ശക്തി പൂർണ്ണമായും മനസ്സിലാക്കുന്നത് നിന്റെ മരണത്തോടെയാകും, സംശയമില്ല. ശ്രീധരൻ നായർ പിടഞ്ഞു. ഇരുട്ടിൽ നിന്ന് വൈനിതയും തന്നെ പരിഹസിക്കുന്നത് പോലെ. കണ്ണടച്ചു കിടന്നാൽ വൈനിതയിൻ്റെ കൂട്ടുപുരികങ്ങളാണ് മുന്നിൽ കാണുക. ക്രൗര്യം കത്തി നിൽക്കുന്ന മിഴികൾ, കുറുകിയ നെറ്റികൾ, തൊട്ടാവാടി കാട് വളരുന്ന വിരിഞ്ഞ മാറ്, മുറുക്കാൻ കറ ഉണങ്ങിയ അറ്റം പൊട്ടിയ പല്ലുകൾ. ആ പല്ലുകൾ തേറ്റകളാണ്, രക്തം കുടിക്കുന്ന തേറ്റകൾ. തൻ്റെ കുടുംബത്തിലെ 4 അംഗങ്ങളുടെ രക്തക്കറ പുരണ്ട പല്ലുകൾ. ഇനി തനിക്കൊരു മോചനമില്ല. ശ്രീധരൻ നായർ നിശ്വസിച്ചു. തളരാത്ത വശം കൊണ്ട് ഏന്തി വലിച്ച് കട്ടിലിൻ്റെ വക്കോളമെത്തി. താഴെ കിടന്നുറങ്ങുന്ന അപ്പുക്കുട്ടനെ കണ്ണു നിറയെ കണ്ടു. ഓലക്കീറുകൾക്കിടയിലൂടെ കയറി വരുന്ന ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ അപ്പുക്കുട്ടൻ്റെ വാടിയ മുഖം. തളർന്നുറങ്ങുകയാണവൻ. സീത പോയതിനു ശേഷം ആ വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല. അപ്പുറത്തു നിന്ന് അമ്മ എത്തിക്കുന്ന കഞ്ഞിയാണ് ആകെയുള്ള ആശ്വാസം. അവൾ നിർബന്ധിച്ചു കുടിപ്പിക്കുന്നത് കൊണ്ട് ഇത്തിരി വല്ലവും കുടിച്ചാലായി. കൊണ്ടുവരുന്നതിൽ പകുതിയിലേറെ തിരിച്ചു കൊണ്ടുപോകുകയാണ് പതിവ്. അപ്പുക്കുട്ടൻ്റെ മുഖത്തു തന്നെ കണ്ണുനട്ടു കിടക്കെ ശ്രീധരൻ നായരുടെ ഹൃദയം നുറുങ്ങി. ഒരേ ഒരു കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീരൊഴുകി. ഇവന്റെ മരണം കൂടി കാണാനുള്ള കെൽപ്പ് തനിക്കില്ല. വൈനിതയുടെ ഒരു പ്രവചനമെങ്കിലും തെറ്റിക്കാൻ തനിക്ക് കഴിയില്ലേ? പുതിയൊരു വെളിച്ചം ശ്രീധരൻ നായരുടെ മനസ്സിലേക്ക് തിക്കി കയറി വന്നു. അവസാന നിമിഷത്തിലെങ്കിലും അവൻ്റെ ഒരു വാക്ക് തെറ്റിക്കണം. ഏതായാലും അപ്പുക്കുട്ടനും താനും മരിക്കും. അപ്പുക്കുട്ടൻ്റെ മരണം കൂടി കാണിച്ചിട്ടേ തന്നെ മരിക്കാൻ അനുവദിക്കൂ എന്നല്ലേ അവൻ്റെ വെല്ലുവിളി? തളരാത്ത മനസ്സിൽ പുതിയൊരു തീവെട്ടം. അതെ, അതാണു നല്ലത്. ഇങ്ങനെ കിടന്നു പച്ചവെള്ളം പോലും കിട്ടാതെ മരിക്കുന്നതിലും ഭേദം ആത്മഹത്യ ചെയ്യുകയാണ്. അകലെ എങ്ങോ പാതിരാ കോഴിയുടെ കൂവൽ. കാറ്റ് ചീറി അടിക്കുന്നുണ്ട്. അകലെ നിന്ന് അടുത്ത വർഷം ഇരമ്പിയെടുത്തുകൊണ്ടിരുന്നു. ആത്മഹത്യ ചെയ്യുക. ശ്രീധരൻ നായരുടെ വലതുമിഴിയിൽ ഒരു ഇടിമിന്നൽ തിളങ്ങി. ഈ രാത്രി അതിനു പറ്റിയ മുഹൂർത്തമാണെന്നൊരു തോന്നൽ. മരിക്കാൻ തെല്ലും ഭയം തോന്നുന്നില്ല. ഇനി ഭയമുണ്ടേലും മരണത്തിൽ നിന്ന് ഓടിയൊളിക്കാൻ തനിക്കൊരു ലോകമില്ല. 4 ചുറ്റും ബന്ധിക്കപ്പെട്ട മരണത്തിൻ്റെ നിലവറയ്ക്കുള്ളിലാണ് തങ്ങൾ. ബന്ധന വിമുക്തമായാലും ഇറങ്ങി ഓടിച്ചെല്ലുക മരണത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെയാവും. എങ്കിൽ മരിക്കുമ്പോഴെങ്കിലും തൃപ്തിയോടെ ആയിക്കൂടെ? ശ്രീധരൻ നായർക്ക് വല്ലാത്ത ആവേശം തോന്നി. തളർന്നു കിടന്ന മനസ്സ്
പുനർജന്മം കൊണ്ടാൽ എന്നോണം ഉണർന്നു പ്രവർത്തിച്ചു. നീ ഏറ്റവും ഒടുവിലെയുള്ളൂ. ഭാര്യയുടെയും മക്കളുടെയും മരണം കണ്ടു കഴിഞ്ഞു. വൈനതയുടെ ശബ്ദം. ഇല്ല, അവന്റെ ഒരു വാക്കെങ്കിലും ഫലിക്കാതെ പോകണം. മകനും മുൻപേ താൻ മരിക്കണം. അപ്പുക്കുട്ടന്റെ മരണം താൻ കാണില്ല. മഴ കോരിച്ചൊരിഞ്ഞു. എടുത്തടിച്ചാൽ എന്നോണം കൊടുങ്കാറ്റ്. എവിടെയൊക്കെയോ വൃക്ഷക്കൊമ്പുകൾ അടർന്നു വീഴുന്ന ശബ്ദം. ഒരു മിന്നൽ, തുടർന്ന് കാതടുപ്പിക്കുന്ന ഇടിവെട്ട്. അപ്പുക്കുട്ടൻ തിരിഞ്ഞൊന്നുകൂടി ചുരുണ്ടു കിടന്നു. ശ്രീധരൻ നായർ കട്ടിലിന് താഴേക്ക് ഇഴഞ്ഞു ചാടി. വീണു എന്ന് പറയുന്നതാവും ശരി. ഉറക്കത്തിലാണ്ട് കിടക്കുന്ന അപ്പുക്കുട്ടന്റെ നെറ്റിയിലേക്ക് വീണു കിടന്ന മുടിയിഴകൾ മാടിയൊതുക്കി. ശ്രീധരൻ നായരുടെ ഹൃദയം വിങ്ങി. പകുതി മരവിച്ച ചുണ്ടിൻ്റെ ഓരത്ത് വിതുമ്പൽ വിറങ്ങലിച്ചു നിന്നു. എന്റെ പൊന്നു മോനെ, അച്ഛൻ പോണു. നിന്റെ മരണം കൂടി കാണാനുള്ള ശക്തി ഈ അച്ഛനില്ല മോനെ. ശ്രീധരൻ നായർ മനസ്സിൽ മന്ത്രിച്ചു. ഒരു വശത്തേക്ക് മുഴുവൻ ശക്തി ഊന്നാൻ ശ്രമിച്ചപ്പോഴൊക്കെ കുഴഞ്ഞു വീണു. ശ്രീധരൻ നായർ ഒട്ടും മടിച്ചില്ല. ജീവനുള്ള വലതുവശം നിലത്തൂന്നി വാതിൽക്കലേക്ക് ഇഴയാൻ തുടങ്ങി. പലവട്ടം ശക്തി മുഴുവനുമെടുത്ത് വലിഞ്ഞാലാണ് അല്പമൊന്ന് നീങ്ങിക്കിട്ടുക. അരമണിക്കൂർ നേരത്തെ പരിശ്രമം വേണ്ടി വന്നു വാതിൽ വരെയൊന്ന് എത്താൻ. കൊളുത്തില്ലാത്ത ഓലവാതിലാണ്. ഒരു ചരടുകൊണ്ട് തുറന്നു പോകാതെ ബന്ധിച്ചിരിക്കുന്നു. വലതുകൈ എത്തിച്ച് ശ്രീധരൻ നായർ ആ കെട്ടു പൊട്ടിച്ചു. പുറത്ത് അപ്പോഴും ഇടിവെട്ടി. വാതിൽക്കൽ വലതുവശം കുത്തിച്ചെരിഞ്ഞ് ശ്രീധരൻ നായർ ഒരിക്കൽ കൂടി മകനെ നോക്കി. പാവം, ഒന്നും അറിയാതെ ഉറങ്ങുന്നു. പിന്നെ ആ കണ്ണുകൾ നീണ്ടു ചെന്നത് ചാത്തൻകാവിന് നേരെയാണ്. വീശിയടിക്കുന്ന കൊടുങ്കാറ്റിൽ പ്രേതാവേശത്തിൽ എന്നോണം മുടിയഴിച്ചിട്ടാടുകയാണ് ചാത്തൻകാട്. മിന്നലിൻ്റെ വെളിച്ചത്തിൽ ഭയാനകമായി തോന്നുന്ന ദൃശ്യം. ശ്രീധരൻ നായർ പൊടുന്നനെ കണ്ണുകൾ പിൻവലിച്ചു. അകലെയെങ്ങോ നായ്ക്കൾ ഓരിയിടുന്നു. പെരും മഴയത്തും നാശങ്ങൾ കുറക്കമില്ലേ? മുറ്റത്ത് മുട്ടോളം വെള്ളം കാണും. പിന്നെ മടിച്ചു നിന്നില്ല. ഇളം തിണ്ണയിലേക്ക് ശ്രീധരൻ നായർ മറിഞ്ഞു. അടുത്ത മറിച്ചിലിന് മുറ്റത്തേക്കും. ഇപ്പോൾ അയാൾക്ക് മുന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. മരണഗഹ്വരം പോലെ വീടിൻ്റെ പിൻപുറത്ത് വക്കടർന്ന കിണറുണ്ട്. ദേവകിയുടെ മൃതദേഹം കിടന്ന സ്ഥലം. അല്ലല്ലോ, ദേവകിയമ്മ മരിച്ചു വീണ സ്ഥലം. ഒരു വശം സ്വാധീനമില്ലാത്ത തനിക്ക് മരിക്കാൻ അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ശ്രീധരൻ നായർ മുറ്റത്തു കൂടി കിണറിനരുകിലേക്കാണ് വലിഞ്ഞത്. ഉരുണ്ടും പിരണ്ടും മുറ്റത്തെ കല്ലിൽ വലിഞ്ഞും വലതുവശത്തെ തൊലി മുഴുവൻ ഇളകിയിരിക്കുന്നു. തെല്ലും വേദന തോന്നിയില്ല. മരിക്കാൻ പോകുന്നവൻ എന്ത് വേദന! മഴപ്പെയ്ത്തിന് രൂക്ഷതയേറിയിരിക്കുന്നു. ആകാശത്തിൻ്റെ അതിരിടിഞ്ഞു വീഴും പോലെ ഇടതടവില്ലാതെ ഇടിനാദം മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ശബ്ദം ചക്രവാളത്തിൽ ചെന്ന് വിലയം പ്രാപിക്കും മുൻപേ മറ്റു രണ്ടെണ്ണം. പിന്നാലെ കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നൽ പ്രളയം. ശ്രീധരൻ നായർ കിണറ്റുകരയിലെത്തി. ആ പെരുമഴയത്തും അയാൾ വിയർത്തു, കിതച്ചു. ഇനി ഒരു ഇഞ്ചു കൂടി വലിയാൻ തനിക്ക് പറ്റില്ലെന്ന് തോന്നി. പോരാ, ഇനിയാണ് അധ്വാനം മുഴുവൻ കിടക്കുന്നത്. കിണറിൻ്റെ പൊട്ടിയടർന്ന ഭാഗം വരെ വലിഞ്ഞു ഉയരണം. പിന്നെ അഗാധതയിലേക്ക് ഊളിയിടണം. വീണ്ടും കോഴികൾ കൂവുന്ന ശബ്ദം. നേരം പുലരാറായോ? ശ്രീധരൻ നായർക്ക് പരിഭ്രമമേറി. സകല ക്ഷീണവും മറന്ന് അയാൾ വീണ്ടും ശ്രമം ആരംഭിച്ചു. പെട്ടെന്നോർത്തു, താൻ കിണറ്റിലുണ്ടെന്ന് അപ്പുക്കുട്ടൻ അറിയുമോ? തന്നെ അന്വേഷിച്ച് അവൻ അലയരുത്. സംശയം വെച്ചു ചെന്ന് ആ ചെകുത്താൻ്റെ കാട്ടിലേക്കെങ്ങാനും. പാടില്ല. ഏറെ ബന്ധപ്പെടാതെ അവൻ തൻ്റെ മൃതദേഹം കണ്ടുപിടിക്കണം. അതിനും ശ്രീധരൻ നായർ വഴി കണ്ടുപിടിച്ചു. ഉടുത്തിരുന്ന് മുണ്ടഴിച്ച് പകുതി കിണറ്റിലേക്കും ബാക്കി പുറത്തേക്കുമായിട്ട്. ഇപ്പം സംശയം തോന്നില്ല. ഇത്രയും മതി. അയാൾ വലതുകൈ ഉയർത്തി കിണറ്റുഭിത്തിയിൽ പിടിച്ചു.
വലതുഭാഗത്ത് മുഴുവൻ ശക്തിയും കൊടുത്ത് മുകളിലേക്ക് സ്വയം ഉയർത്തി. ഒറ്റ വീർപ്പിന് അരവരെ കിണറ്റിലേക്കായി. ഇനി ഒരൊറ്റ കുതിപ്പുകൂടി മാത്രം. ശ്രീധരൻ നായർ ഒരു ദീർഘനിശ്വാസം ഉതിർത്തു. പൊന്നു മോനെ, ഭാഗ്യമുണ്ടെങ്കിൽ നീ രക്ഷപ്പെടും. ശ്രമിച്ചു നോക്ക്. ഈ ജന്മത്തിൽ പറ്റാത്തത് അടുത്ത ജന്മത്തിലായാലും അച്ഛൻ തീർക്കും. ആരും ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാനെങ്കിലും ഞാൻ ഇനിയും ജനിക്കും. അത്തരമൊരു ദുരാഗ്രഹമേ ഈ അച്ഛനുള്ളൂ. വൈനതേയ, നിന്നെ തോൽപ്പിച്ചുകൊണ്ട് ഇതാ ഞാൻ പോകുന്നു. നീ ആഹ്ലാദിക്ക്. പക്ഷേ നിന്റെ കുടുംബം നിനക്കപ്പുറത്തേക്ക് നീളില്ല. ദൈവമെന്നൊന്നുണ്ടെങ്കിൽ നിന്നോടെ നിന്റെ ഇല്ലം മുടിയും, തീർച്ച. ശ്രീധരൻ നായരുടെ അന്ത്യവാക്കുകളായിരുന്നു അത്. അടുത്ത നിമിഷാർദ്ധത്തിൽ അയാൾ ശക്തി മുഴുവനുമെടുത്ത് ഒന്നുകൂടി കുതിച്ചു. താഴ്ചയിലേക്ക്, ഇരുളിലേക്ക്, മരണത്തിൻ്റെ അപാരതയിലേക്ക്. മഴയപ്പോഴും അലറി പെയ്തുകൊണ്ടിരുന്നു. അപ്പുക്കുട്ടൻ എന്തോ ദുസ്വപ്നം കണ്ട് ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. ഓം ദുർഗായേ നമ. അവൻ്റെ ചുണ്ടുകൾ ദുർഗാമന്ത്രം ഉരുവിട്ടു. ഭയങ്ങളിൽ നിന്ന് തന്നെ രക്ഷിക്കുന്ന പ്രണവമന്ത്രം. വലതു കൈയിലെ രക്ഷ വിറകൊള്ളുന്നു. എന്തോ അപകടം തന്നെ കാത്തിരിക്കുന്നതായി അവന് തോന്നി. നെഞ്ച് പടപടാമിടിക്കാൻ തുടങ്ങി. മുറിയിൽ ഇരുട്ടാണ്. വിളക്ക് കൊളുത്തും മുൻപ് അച്ഛനെ ഒന്ന് തൊട്ടുനോക്കാൻ കട്ടിലിൽ അവൻ കൈകൊണ്ട് പരതി. അപ്പുക്കുട്ടൻ ഞെട്ടി. കട്ടിലിൽ അച്ഛനില്ല. അവൻ അറിയാതെ നിലവിളിച്ചുപോയി. ആ ശബ്ദം അപ്പോൾ വെട്ടിയൊരു വലിയ ഇടിനാദത്തിൽ ലയിച്ചുപോയി. അപ്പുക്കുട്ടൻ വിളക്ക് കൊളുത്താൻ നിന്നില്ല. അടഞ്ഞുകിടന്ന വാതിൽ പരിശോധിച്ചു. അത് തുറന്നിരിക്കുന്നു. അച്ഛനത് തുറക്കുമോ? അപ്പുക്കുട്ടന് സംശയം തോന്നി. തുറന്നാലും അച്ഛൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകുമോ? ഓലവാതിൽ തുറന്ന് പുറത്തെ മഴയിലേക്ക് ചാടിയിറങ്ങാൻ ഒരുങ്ങിയ നിമിഷം അവൻ പിന്നോക്കം മലച്ചുപോയി. വാതിൽക്കൽ ഒരു പൈശാചിക രൂപം. അപ്പുക്കുട്ടൻ്റെ തൊണ്ടയിൽ ഒരാർത്തനാദം കുടുങ്ങി. ആരോ വിളിച്ചുണർത്തിയതാണെന്നു തീർച്ച. വൈനിതയും തിരുമേനി ഞെട്ടിപ്പിടഞ്ഞെണീക്കുകയായിരുന്നു. പുറത്ത് കോരിച്ചൊരിയുന്ന മഴ. ബ്രഹ്മമുഹൂർത്തമാകുന്നതേയുള്ളൂ. പതിവായി ഉണരാറുള്ള നേരം. പിന്നെ തന്നെ വിളിച്ചുണർത്തിയതാര്? തോന്നിയതല്ല, തീർച്ചയുണ്ട്. ആരോ കുലുക്കി ഉണർത്തിയതാണ്. തൻ്റെ ശ്രദ്ധ എത്തേണ്ട എന്തോ പ്രത്യേക സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എവിടെ? വൈനതയ്യൻ ഉറക്കറയിൽ നിന്ന് വേഗം പൂജാമുറിയിലേക്ക് കയറി. എവിടെയാണ് കുഴപ്പം? അതറിയണം. കാലും മുഖവും കഴുകി വിളക്കുകൾ കൊളുത്തി. കുളിച്ച് ഈറനോടെ വരാനൊന്നും സമയമില്ല. അത്യാവശ്യ നേരത്ത് ഇത്രയൊക്കെ മതി. ശരീരം ശുദ്ധമാണ്. പാദം നനച്ചാൽ ശിരസ് വരെ മുങ്ങിയ ഗുണം ലഭിക്കുകയും ചെയ്യും. ആവണി പലക വലിച്ചിട്ടിരുന്നു. മഷി നോക്കണം. ആദ്യം ശത്രുക്കളുടെ ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞ് മറ്റെല്ലാം. തൽക്കാലം ശത്രുസ്ഥാനത്ത് ശ്രീധരൻ്റെ വീട്ടുകാരെയുള്ളൂ. അവൻ മറ്റു വല്ല മാന്ത്രികരെയും കൊണ്ടുവന്ന് കാണുമോ? അതായിരുന്നു ഭയം. തിടുക്കം കാരണം മന്ത്രോച്ചാരണങ്ങളിൽ പിഴവ്. വീണ്ടും ഏകാഗ്രതയോടെ ചൊല്ലേണ്ടി വന്നു. വെറ്റിലയിൽ പുരട്ടിയ മഷിയിൽ തന്നെ ഉറ്റുനോക്കി വൈനതയ്യൻ ഇരുന്നു. മനസ്സിൽ നനച്ചത് ശ്രീധരൻ നായരുടെ വീടാണ്. അതുമല്ലേ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു. ഞെട്ടിപ്പോയി. ശ്രീധരൻ കിണറ്റിലേക്ക് ചാടാൻ ഏന്തി വലിയുന്നു. അല്ല, പകുതി ഭാഗം കിണറ്റിലേക്ക് വീണു കഴിഞ്ഞു. ചതിച്ചു. വൈനതയ്യൻ നടുങ്ങി. താൻ കുറച്ച് വൈകിപ്പോയി. 5 നിമിഷം മുൻപ് കണ്ടിരുന്നെങ്കിൽ. ഇനി അവനെ തടയാൻ പറ്റില്ല. വല്ലാത്ത കോപം തോന്നി. അവിടെ വീട്ടുകാവലിന് ഒരെണ്ണത്തിനെ നിയോഗിച്ചിട്ടുള്ളതാണ്. സമയത്തിന് തനിക്ക് മുന്നറിയിപ്പ് തന്നില്ല. വിളിച്ചുണർത്തിയപ്പോഴാകട്ടെ വൈകിയിരിക്കുന്നു. ശ്രീധരൻ നായർ കിണറ്റിലേക്ക് കുതിക്കുന്നത് നിരാശയോടെ വനിതയും കണ്ടു. തനിക്ക് ചെറിയൊരു നോട്ടപ്പിശക്ക് പറ്റിയിരിക്കുന്നു. ആ ചെറുക്കൻ്റെ ശവം കൂടി കാട്ടിയിട്ടേ അവനെ കാലപുരിക്ക് അയക്കാവൂ എന്ന് 100 വട്ടം ഉറപ്പിച്ചിരുന്നതാണ്.
ഇതവൻ മനഃപൂർവ്വം തന്നെ കബളിപ്പിച്ചതാണ്. കാവൽ നിർത്തിയിരുന്ന ഹംസാദിക എന്ന പൈശാചിനിയെ വൈനതയൻ മുന്നിൽ നിർത്തി. വെള്ളികെട്ടിയ ചൂരൽ കയ്യിലെടുത്തു. പൈശാചിനിയുടെ മുഖത്ത് ഭയം, ഉപദ്രവിക്കരുതേ എന്ന കാതരഭാവം കണ്ണുകളിൽ. നീയാടി ചണ്ടാളി ഈ ചതിവ് ചെയ്തത്. നിന്നെയൊക്കെ ധ്യാനിച്ചിവിടെയിരിക്കുന്ന എന്നോട് ഉത്തരവാദിത്വമില്ലാതെ. വൈനതയൻ കലിതുള്ളി. തെള്ളിപ്പൊടി എറിഞ്ഞ് ഹംസാദികയെ പൊള്ളിച്ചു. ചൂരൽ വീശി കണ്ണുമടച്ചു കൊടുത്തു 5-8 പൊട്ടീര്. ഹംസാദിക ദയനീയ ശബ്ദത്തിൽ കരഞ്ഞു. പോടി പോ, ചെന്ന് ആ ചെറുക്കനെ വകവരുത്തിയിട്ട് വാ. രണ്ടും നാളെ ഉദയം കാണേണ്ട. ഒരുത്തൻ തുലഞ്ഞു, മറ്റവനും തീരട്ടെ. ഹംസാദിക എന്ന പൈശാചിനി ആ നിമിഷം അപ്രത്യക്ഷയായി. വൈനതയിൽ നേരിയ ചിരിയോടെ വീണ്ടും വെറ്റിലയിൽ തന്നെ മിഴിനട്ടിയിരുന്നു. കോപാകുലയായിട്ടാണ് ഹംസാദിക പോയിരിക്കുന്നത്. അതിൻ്റെ ഗുണം അറിയാൻ മാത്രം ഉണ്ടാകും. ഇന്നത്തോടെ ആ ഭാഗം അവസാനിപ്പിക്കണം. തൻ്റെ ഉദ്ദേശ്യം പൂർത്തീകരിക്കുന്നൊരു പുലരിയാവട്ടെ നാളത്തേത്. ചാത്തൻകാവിൽ വിശേഷ ഹോമം നടത്തണം. ഉപാസനാമൂർത്തികൾക്ക് വിരുന്നൂട്ടണം. എല്ലാവരെയും സംതൃപ്തരാക്കി വിടണം. എങ്കിലും ചെറിയൊരു കുണ്ഠിതമില്ലാതില്ല. ചെറുക്കനെ കൂടി വകവരുത്തിയിട്ട് മതിയായിരുന്നു അവൻ്റെ മരണം. അവിടെ തൻ്റെ വാക്കിന് ഭംഗം നേരിട്ടു. തൻ്റെ വെല്ലുവിളി കേട്ടിട്ടുള്ളവർ അനവധിയാണ്. നാളെ ഒരിക്കൽ ഏതവനെങ്കിലും തന്നോട് അതേക്കുറിച്ച് ചോദിച്ചാലോ? അവൻ വീട്ടിൽ നിന്നിറങ്ങിയ നിമിഷത്തിൽ അറിഞ്ഞാലും മതിയായിരുന്നു. പക്ഷേ ആലോചിച്ചിട്ടു കാര്യമില്ല. എല്ലാം കഴിഞ്ഞില്ലേ? വെറ്റിലയിൽ ശ്രീധരൻ നായരുടെ വീട്ടുമുറ്റം തെളിയുന്നു. വാതിൽക്കൽ ഹംസാദികയുടെ ഭീകരരൂപ പരിണാമം. കൊള്ളാം. പരമശിവൻ കണ്ടാലും ഭയന്നു പോകും. പിന്നെയല്ലേ മീശ കുരുത്തു തുടങ്ങിയ ഒരുത്തൻ. കാണട്ടെ ചെറുക്കൻ്റെ തുള്ളൽ. അവനെ മുറ്റത്തേക്കൊന്ന് ഇറക്കി കിട്ടിയാൽ വിജയിച്ചു. ശ്രീധരൻ്റെ മക്കളിൽ കുറച്ചെങ്കിലും ധൈര്യമുള്ളവൻ അവനാണ്. എല്ലാ ധൈര്യവും ഇപ്പോൾ തീരുന്ന കാഴ്ച കാണേണ്ടതു തന്നെയാണ്. ആ വീട്ടുമുറ്റത്ത് നടക്കാൻ പോകുന്ന രസനീയ നിമിഷങ്ങളിലേക്ക് വൈനതേയൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഓലവാതിൽ തുറക്കുന്നു. ചാടി ഇറങ്ങാൻ വന്ന അപ്പുക്കുട്ടൻ പിന്നോക്കം മലച്ചു നിൽക്കുന്നു. അവൻ്റെ വലതു കൈത്തണ്ടയിലേക്ക് ഇടതു കൈ ഉയർന്നു ചെല്ലുന്നു. നാശം! അവൻ രക്ഷ കെട്ടിയിട്ടുണ്ടോ? വൈനതയൻ നടുങ്ങിത്തരിച്ചിരുന്നു. ആരോ മുഖമടിച്ചതുപോലെ. വൈനതയൻ്റെ നെഞ്ചിടിച്ചു. തൻ്റെ ഉപാസനാമൂർത്തികളെയെല്ലാം വിളിച്ചു പ്രാർത്ഥിച്ചു. അപ്പുക്കുട്ടൻ വിങ്ങി വിയർത്തുപോയി. ഒരിക്കൽ സീത ചേച്ചി കണ്ടെന്നു പറഞ്ഞ രൂപം ഇതുതന്നെയായിരിക്കില്ലേ? ആരു കണ്ടാലും ആ നിമിഷം വീണുപോകുന്ന ഒരു ഭയാനക സത്വം. തന്നെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ലെന്നവന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഉറക്കെ നിലവിളിച്ചാൽ പോലും ആരും ഓടിവരില്ല. വന്നാലും രക്ഷയില്ല. തനിക്കു രക്ഷ താൻ മാത്രം. വാതിൽ തുറന്നു തന്നെ കിടന്നു. വാതിലിനു മുന്നിൽ ഹംസാദിക. തീപാറുന്ന കണ്ണുകൾ തന്നെ ദഹിപ്പിച്ചു കളയുമെന്ന് അപ്പുക്കുട്ടന് തോന്നി. ചോര നുണയാൻ കൊതിക്കുന്ന നീണ്ട നാവ്. അപ്പുക്കുട്ടന് നഖശികാന്തം വിറകൊണ്ടു. ആ നിമിഷം നാവിൻ തുമ്പിൽ ഓടി വന്നു ദുർഗാമന്ത്രം. ഓം ദുർഗായേ നമ, ഓം ദുർഗായേ നമ. എൻ്റെ ദേവി, എന്നെ രക്ഷിക്കണേ. ഈ പൈശാചിക സത്വം എന്നെ കടിച്ചു കീറാൻ അനുവദിക്കരുതേ. മനസ്സ് കേണു. ഓം ദുർഗായേ നമ, ഓം ദുർഗായേ നമ. വലതു കൈത്തണ്ടയിലെ കറുത്ത ചരടിൽ ഏലസ് തുള്ളി വിറച്ചു. ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ആരോ മനസ്സിലിരുന്ന അപ്പുക്കുട്ടന് ധൈര്യം നൽകും പോലെ. അവന് സ്വയം ധൈര്യം തോന്നി. ദുർഗാമന്ത്രം ഒഴിയാത്ത നാവുമായി ഒരു കൈ ഏലസിൽ മുറുകെ പിടിച്ചുകൊണ്ട് അപ്പുക്കുട്ടൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. ഭയത്തിൻ്റെ സ്ഥാനത്ത് ധൈര്യം വീണ്ടുകിട്ടിയിരിക്കുന്നു. അത്ഭുതത്തോടെ ആ നിമിഷം അവൻ കണ്ടു. മുന്നിൽ നിന്ന സത്വം ഒരു ചുവട് പിന്നോട്ട് വെച്ചിരിക്കുന്നു. അപ്പുക്കുട്ടൻ്റെ ചുണ്ടത്തെ ദുർഗാമന്ത്രങ്ങൾക്ക് വേഗതയേറി. അവൻ 2-3 ചുവട് മുന്നോട്ട് വെച്ചു. അതിനനുസരിച്ച്
ഹംസാദിക പിന്നോട്ട് മാറിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അവന് നല്ല ധൈര്യം തോന്നി. ദുർഗാദേവി തന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഒപ്പം മനസ്സിൻ്റെ ഓർമ്മപ്പെടുത്തലും, ഭയപ്പെടരുത്, ഭയപ്പെടരുത്, എന്തു വന്നാലും ധൈര്യമായി നേരിടൂ. ചുണ്ടിൽ നിന്ന് ദുർഗാമന്ത്രം നഷ്ടമാകാതെ സൂക്ഷിക്കൂ. അപ്പുക്കുട്ടൻ ദേവിയെ മാത്രം മനസ്സിൽ കണ്ടു. മന്ത്രോച്ചാരണം കൊണ്ട് മനസ്സു നിറച്ചു. അടുത്ത ക്ഷണം അവൻ മുറ്റത്തേക്ക് ചാടിയിറങ്ങി. കണ്ണുകൾ ഹംസാദികയുടെ മുഖത്തു തന്നെ ഉറപ്പിച്ച് ഏകാഗ്രതയോടെയുള്ള മന്ത്രോച്ചാരണത്തോടെ മുന്നോട്ട് നടന്നു. ഹംസാദികയും അപ്പുക്കുട്ടനും തമ്മിലുള്ള അകലം എപ്പോഴും ഒന്നായിരുന്നു. അവൻ എത്ര മുന്നോട്ട് പോയാലും അത്രയും പിന്നോട്ട് ആ സത്വവും. പടിവാതിലിന് പുറത്തുവരെ അവൻ ആ രൂപത്തെ പിന്നോട്ട് നയിച്ചു. എല്ലാവരെയും ഭയപ്പെടുത്തും പോലെ എന്നെ ഭയപ്പെടുത്താൻ വരരുത്. വരാതിരുന്നാൽ നിനക്കു തന്നെ നല്ലത്. എന്നെ രക്ഷിക്കാൻ എൻ്റെ ദേവിയുണ്ട്, മറക്കണ്ട. ആരോ പറഞ്ഞു പറയിക്കും പോലെ അപ്പുക്കുട്ടൻ പറഞ്ഞു. പടിക്ക് വെളിയിലെത്തിയ പൈശാചിക രൂപം മായയായി മറഞ്ഞു. അപ്പുക്കുട്ടൻ തിടുക്കത്തിൽ വീടിനുള്ളിലേക്ക് പോന്നു. ഈ രംഗമത്രയും കണ്ടുകൊണ്ടിരുന്ന വൈനതയും നടുങ്ങി. അയാളുടെ തൊണ്ട വരണ്ടു. പരാജയം, പരാജയം. താൻ ഉദ്ദേശിച്ചതിലും ഭയങ്കരനാണല്ലോ ചെറുക്കൻ. തൻ്റെ ഒരു മൂർത്തിയെ ഭയപ്പെടുത്താൻ മാത്രം അവന് തൻ്റെ ഇടം കിട്ടിയത് എവിടെ നിന്നാണ്? അവൻ്റെ കയ്യിൽ ആ ഏലസ് കെട്ടിയത് ആരായിരിക്കും? അതവൻ്റെ കയ്യിലുള്ള കാലത്തോളം തൻ്റെ മൂർത്തികൾക്കൊന്നും അവനെ സ്പർശിക്കാൻ പറ്റില്ലെന്ന് വൈനതയിന് ഉറപ്പായിരുന്നു. നായയായോ നരിയായോ കരിമ്പൂശിയായോ ഏത് രൂപത്തിലായാലും അവൻ്റെ മുന്നിൽ വരെ എത്താം. പക്ഷേ അതുകൊണ്ടായില്ലല്ലോ. ആ ഏലസ് എങ്ങനെയും അഴിച്ചു മാറ്റിക്കണം. സാരമില്ല, ഇതല്ല ഇതിലപ്പുറവും നടത്തിയിരിക്കുന്നു. പിന്നെയല്ലേ വെറുമൊരു പീറ ചെറുക്കൻ. അവൻ ഇവിടം വിട്ട് എങ്ങോട്ടും പോകാതെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടാൽ സംഗതി എല്ലാം കുഴയും. അത് പാടില്ല. ആദ്യമായി അതിനുള്ള സൂത്രമാണ് ചെയ്യേണ്ടത്. വൈനിതയുടെ നെഞ്ച് തുടികൊട്ടി. തൽക്കാലം ആശ്വസിക്കാൻ കഴിഞ്ഞെങ്കിലും അതിലപ്പുറം ഒരു ഭയം അറിയാതെ ഉള്ളിൽ തോന്നിപ്പോവുകയാണ്. ശ്രീധരന്റെ മകന് ഈ ധൈര്യം എവിടെ നിന്നു കിട്ടി? അതാണ് അറിയാൻ വയ്യാത്തത്. ഏതായാലും കാര്യമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നേരം പുലരാൻ ഇനിയുമുണ്ട് സമയം. തൽക്കാലത്തേക്ക് അപ്പുക്കുട്ടൻ പുറത്തേക്ക് പോലും ഇറങ്ങുന്നില്ലെന്ന് തീരുമാനിച്ചു. താൻ കണ്ട രൂപം വെറും തോന്നലല്ലെന്നും വൈനിതയുടെ ദുർദൈവതകളിൽ ഏതോ ആണെന്നും അവന് നിശ്ചയമുണ്ടായിരുന്നു. അച്ഛനെ കട്ടിലിൽ കാണാതായപ്പോൾ തോന്നിയ സംശയവും അതായിരുന്നു. കട്ടിലിൽ നിന്ന് അനങ്ങാൻ കഴിയാത്ത അച്ഛൻ പുറത്തിറങ്ങി പോകണമെങ്കിൽ അത് തീർച്ചയായും സ്വയം കഴിവുകൊണ്ടാവില്ല. അതിനു പിന്നിൽ അച്ഛനെ തളർത്തിക്കിടത്തിയ ശക്തി തന്നെ ശ്രമിച്ചിട്ടുണ്ടെന്ന് തീർച്ച. അച്ഛൻ അപകടത്തിലേക്ക് തന്നെ നടന്നു പോയിട്ടുണ്ടെന്ന് നിശ്ചയമാണ്. വൈനതേയൻ വീണ്ടും വിജയിച്ചിരിക്കുന്നു. അവസാന വിജയം നേടാനായിരിക്കാം ആ ഘോരരൂപിയെ തൻ്റെ മുന്നിലേക്ക് അയച്ചത്. പക്ഷേ താൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പുക്കുട്ടന് പുതിയൊരു ഉണർവ് ലഭിച്ചതുപോലെയായിരിക്കുന്നു. ആ വിജയം നേടിത്തന്ന ദുർഗാദേവിയെ 1008 വട്ടം സ്തുതിക്കണമെന്നവൻ നിശ്ചയിച്ചു. അപ്പുക്കുട്ടൻ നിലവിളക്ക് കൊളുത്തിവെച്ചു. കാലും മുഖവും കഴുകി വായിൽ വെള്ളമൊഴിച്ച് ശുദ്ധി വരുത്തി വിളക്കിന് മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്നു. മനസ്സ് പൂർണ്ണമായും ദേവിയിൽ ഏകാഗ്രതയോടെ അർപ്പിച്ച് അപ്പുക്കുട്ടൻ മന്ത്രം ജപിക്കാൻ തുടങ്ങി. ഓം ദുർഗായേ നമ, ഓം ദുർഗായേ നമ. ആ മന്ത്രോച്ചാരണവുമായി എത്ര നേരം കഴിഞ്ഞു പോയെന്ന് അവൻ അറിഞ്ഞതേയില്ല. പുറത്ത് ഇളംവയിൽ മുഖമുയർത്തിയിരിക്കുന്നു. വർഷമേഘങ്ങൾക്കിടയിലൂടെ ബാലസൂര്യൻ്റെ ഒരഭാംഗ വീക്ഷണം. അമ്മുവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നത് ആ നിമിഷത്തിലായിരുന്നു. അപ്പുക്കുട്ടൻ ഒന്നും ആലോചിച്ചില്ല. ഇറങ്ങി അവിടേക്കോടി.